നമസ്കാരം. ചാനൽ ചർച്ചകൾ കാണുന്ന കേരളത്തിലെ ഏതൊരു വ്യക്തിക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ് ശ്രീജിത്ത് പണിക്കർ. പൊതുവെ കാര്യങ്ങളെല്ലാം പഠിച്ച് വിശദമായി മനസ്സിലാക്കിയതിന് ശേഷം വന്ന് വ്യക്തമായി ഉത്തരം പറയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി ഫാൻസ് ശ്രീജിത്ത് പണിക്കറിന് ഉണ്ട്. പൊതുവെ BJP അനുഭാവി എന്ന് തന്നെയാണ് ശ്രീജിത്ത് പണിക്കർ അറിയപ്പെടുന്നത്. പല ചാനലുകളിലും അദ്ദേഹത്തിന്റെ പേരിന് താഴെ BJP എന്ന് വരെ എഴുതിയിട്ടുമുണ്ടായിരുന്നു. അത്രത്തോളം BJP അനുഭാവി എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കർ അറിയപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. BJPയുടെ മുതിർന്ന നേതാവായ സുരേന്ദ്രൻ ശ്രീജിത്ത് പണിക്കർ എന്ന പേരെടുത്ത് പറയാതെ തന്നെ പണിക്കരെ അവഹേളിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ മാത്രമല്ല ചില ആക്രി ഇതുണ്ടല്ലോ നിരീക്ഷകന്മാരും, അവർ വന്നിരുന്ന് പറയുകയാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ, തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ BJPയുടെ സംസ്ഥാന ഘടകം പരിശ്രമിക്കുന്നു. വൈകുന്നേരം നിങ്ങളൊക്കെ ചാനലിൽ വൈകുന്നേരം വന്നിരിക്കുന്നുണ്ടല്ലോ കള്ളപ്പണിക്കർമാർ കുറേ ആൾക്കാർ, അവർ വന്നിട്ട് പറയുകയാണ്, എന്താ പറയുന്നത്, സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നു. അതിനിപ്പോൾ ഉത്തരവുമായി ശ്രീജിത്ത് പണിക്കർ രംഗത്ത് വന്നിരിക്കുകയാണ്. ശ്രീജിത്ത് പണിക്കരും സുരേന്ദ്രന്റെ പേരൊന്നും എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാകാവുന്ന കാര്യമാണ്. സുരേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആ പോസ്റ്റ് ഇവിടെ വായിക്കാം. പ്രിയപ്പെട്ട ഗണപതി വട്ടച്ചി, നിങ്ങൾക്ക് എന്നോട് നല്ല കലിപ്പുണ്ടാകും. മകന്റെ കള്ള നിയമനം, തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം, തുപ്പൽ വിവാദം, സ്ഥലപ്പേര് വിവാദം, ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും, സ്വാഭാവികം. സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. സുരേഷ് ഗോപി തന്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ, നേരിട്ട ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിന്റെ 10-1 നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അനാവശ്യമായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. അല്ലെങ്കിൽ ഒരു MP-ക്ക് എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതാക്കാൻ 3 ഡസൻ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശവാദം. പാർട്ടിയിൽ വരൂ, പദവി തരാം, ഒപ്പം നിൽക്കൂ, സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കർ ആണെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ ആവോ? രണ്ടും നിഷേധിച്ചത് എന്റെ നിലപാട്. നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്ന് നോക്കേണ്ടതില്ലല്ലോ. മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റിവെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും. അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച കാശു പോകും. ഒരു കാര്യത്തിൽ നന്ദിയുണ്ട്, സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ, സന്തോഷം. പണിക്കർ. ചിത്രം ചെറിയുള്ളി തൊലിയുരിച്ചത്. ഇങ്ങനെയായിരുന്നു ശ്രീജിത്ത് പണിക്കറിന്റെ പോസ്റ്റ്. ഇതിൽ ഒട്ടനവധി കമന്റുകളും ഷെയറുകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.